ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ ഇന്ന് ഫ്രൈഡേ ആയിട്ടൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. പിന്നെ ഓഫീസിലെല്ലാവർക്കും കുറച്ച് എ സിയുടെ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഈ കോട്ടൊക്കെ ഇട്ടയക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, എന്താ ഇപ്പോൾ അധികം ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ലാതെയെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. ഇല്ല, പഴയ പോലെ അത്ര മിങ്കിളല്ലാന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് തോന്നുന്നതാണ്. ഞാൻ മിങ്കിളല്ലാത്തതുകൊണ്ടല്ല, ചില കാര്യങ്ങൾ അവരുമായിട്ട് അല്ലെങ്കിൽ ആ ആൾക്കാരുമായിട്ടുള്ള തിയറി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ കുറച്ച് മാറി നടക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ല. വി ആർ ഗുഡ്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എല്ലാ ടൈമും നമുക്ക് അവരെ പ്ലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമ്മൾ വെറുക്കപ്പെട്ടവരോ അല്ലെങ്കിൽ മോശപ്പെട്ടവരോ ആണെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഓൺ ഡിസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ എന്താ പറയുക ഇഷ്ടങ്ങളുണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുറേ ആയിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപദേശങ്ങൾ മാത്രമാണല്ലേ പറയുന്നത്. നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഓക്കെ, കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് അഡ്വൈസ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ള കോണ്ടൻറ്റ്സുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി. എല്ലാ കാലത്തും ഒരു പെർട്ടിക്കുലർ ഗ്യാങ്ങിൽ മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണമെന്നൊന്നുമില്ല. സം ടൈം നമുക്ക് തോന്നും ഓക്കെ നമുക്ക് ആവശ്യമുള്ള അത്ര റെസ്പെക്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ പീപ്പിൾ ട്രീറ്റ് ചെയ്യുന്ന വിധം ശരിയല്ലെങ്കിൽ നമുക്ക് മാറാം. അതിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനെപ്പോഴും പറയുന്ന പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആരെയും പ്ലീസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. എന്ന് കരുതി ആരുടെയും മെക്കിട്ട് കയറാനോ അല്ലെങ്കിൽ ചാടിത്തുള്ളി ചെല്ലാനോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനോ ഒന്നല്ല. ചില സമയത്ത് മൗനം വിദ്വാന് ഭൂഷണം എന്നാണല്ലോ. കീപ് ക്വയറ്റ് ആൻഡ് ഒബ്സർവ്. കുറച്ച് നാൾ നോക്കിയിട്ട് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തോ മെൻ്റൽ ഗ്രോത്തോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ ഉരിയാടാതെ അവനവൻ്റെ ഓൺ ബിസിനസ് നോക്കൂ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്? Do your own business and don't interrupt someone else's business. അതല്ലേ ബെറ്റർ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.